Hi guys. So in this video we are going to discuss about the short story The Red Room by H.G. Wells. അപ്പോൾ H.G. Wells എന്ന നമ്മുടെ ഇംഗ്ലീഷ് റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഗോത്തിക് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന റെഡ് റൂം അല്ലെങ്കിൽ ചുവന്ന റൂം എന്ന അർത്ഥം വരുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലൊറൈൻ കാസിൽ എന്ന് പറയുന്ന ഒരു ഹോണ്ടഡ് കാസിലിലെ ഒരു റൂമിനെ പറ്റിയുള്ള നിഗൂഢതകളെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും ഒരു നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഡേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആ റെഡ് റൂമിലേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ നറേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗോത്തിക് എലമെന്റ്സിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് ദ റെഡ് റൂം. ഇത് എഴുതിയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഓതർ ആയിട്ടുള്ള H.G. വെൽസ് എന്ന റൈറ്ററാണ്. ഓക്കെ, Herbert George Wells, and he is regarded as the father of science fiction. നമ്മൾ ഇന്നുവരെ എഴുതപ്പെട്ടിട്ടുള്ള കുറേ സയൻസ് ഫിക്ഷനുകൾ നമുക്കറിയാം ഇല്ലേ? അപ്പോൾ നമ്മുടെ സയൻസ് ഫിക്ഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് തന്നെ നമ്മളുടെ H.G. വെൽസ് എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് റൈറ്ററാണ്. സോ he was born in 1866 in Bromley, Kent, which is a place in Britain. In his literary career that extended across diverse periods and styles, he had made a lasting impression on literature with his seminal works such as The Time Machine. അപ്പോൾ അനദർ ഒരു സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന H.G. വെൽസിൻ്റെ അടുത്തൊരു വർക്കായിരുന്നു ദ ടൈം മെഷീൻ എന്ന് പറയുന്ന വർക്ക്. 1895 എഴുതിയൊരു വർക്കായിരുന്നു. ആൻഡ് ദ വാർ ഓഫ് ദ വേൾഡ് ഇസ് ഇൻ 1898 ആൻഡ് ദ ഇൻവിസിബിൾ മാൻ 1897. അപ്പോൾ നമ്മൾ H.G. വെൽസിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ H.G. വെൽസ് എഴുതിയ 90% വർക്കുകൾ എന്തായിരുന്നു? ഒന്നല്ലെങ്കിൽ ഗോത്തിക് ഫിക്ഷൻ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന വർക്കുകളായിരുന്നു കൂടുതലും എഴുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വിളിക്കുന്നത്, H.G. വെൽസിനെ ഫാദർ ഓഫ് സയൻസ് ഫിക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ നമ്മൾ ഈ പഠിക്കുന്ന റെഡ് റൂം എന്ന ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഇതിൽ നിന്നാവും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇതും യൂസ് ചെയ്തിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, സോ ദ റെഡ് റൂം ഈസ് എ ഗോത്തിക് ഹൊറർ ഫിക്ഷൻ സ്റ്റോറി ബൈ ദ ബ്രിട്ടീഷ് ഓതർ H.G. വെൽസ്, റിട്ടൺ ഇൻ 1894. H.G. വെൽസ് എഴുതിയതാണ് ഈ റെഡ് റൂം അല്ലെങ്കിൽ ചുവന്ന റൂം എന്ന അർത്ഥം വരുന്ന ഈ ഷോർട്ട് സ്റ്റോറി. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് 2 years later in the Idler magazine. എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇഡ്ലർ മാഗസീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. The story follows of an unnamed young man, its narrator, as he undertakes to spend a night in the famously haunted Red Room, Lorraine Castle. അപ്പം അല്ലേ, ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തൊരു നറേറ്റർ എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ദിവസം ഈ ലൊറൈൻ കാസലിനെ കുറിച്ച് കുറേ കഥകൾ പരന്നു കിടക്കുന്നുണ്ട്. ഗോത്തിക് ആണ്, അവിടെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ പറയുന്ന അവിടെ 2 പേരുടെ ആത്മാവ് അലഞ്ഞ് നടക്കുന്നുണ്ട് അതുപോലെയുള്ള കുറേ കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, പരന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ആയ ഇവരെ റോങ് ആയി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നറേറ്റർ ഈ റൂമിലേക്ക് ചെല്ലുന്നത്. ഓക്കെ, after a terrifying night, the initially skeptical narrator concedes that the room is haunted not by ghosts but fear itself. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഈ റൂമിൽ ഒരു രാത്രി സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പർക്ക് മനസ്സിലാവുന്നുണ്ട് ആ റൂമിനെ കൊള്ളാത്ത തരത്തിൽ എന്തോ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ റൂമിനെ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അവിടെ എന്തോ ഉണ്ട്. പക്ഷെ എന്തല്ല, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് അല്ല, അവിടുത്തെ ആളുകൾ പറഞ്ഞു വരുത്തിയ പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഹോണ്ടഡ്നെസ് നമുക്ക് കാണാനായിട്ട് സംഭവിക്കുന്നത്. അല്ലാതെ അവിടെയുള്ള ആത്മാവോ പ്രേതമോ ഒന്നുമല്ല, ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടല്ല, ആ പേടി കൊണ്ടാണ് അവിടെ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, Wells, a major figure of turn of the British literature, is best known science fiction and horror novels. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സയൻസ് ഫിക്ഷനിലും ഹൊറർ നോവൽസും ആയിരുന്നു കൂടുതലായിട്ടും H.G. വെൽസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. So let's move into the detailed summary of the story, Red Room. Okay. The story begins with the unnamed narrator standing by a fire, glass in hand, and announcing that it will take a very tangible ghost to frighten him. അപ്പോൾ നമ്മളെ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ എന്താ പറ്റുന്നത്, നമ്മളെ നറേറ്റർ ഈ ലൊറൈൻ കാസിലിൽ എത്തിയിട്ടുണ്ട്. ഈ കഥകളൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സത്യമാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലൊറൈൻ കാസിലിൽ എത്തിയിട്ടുണ്ട്. എന്ത് കാണാം, ഒരു ഫയർ പോട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ തണുപ്പ് കാലത്ത് ചൂട് കൊള്ളുന്ന ഫയർ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്താണ് നമ്മളെ നറേറ്റർ നിൽക്കുന്നത്. കയ്യിൽ എന്തുണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്. ആൻഡ് അനൗൺസിങ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് എ വെരി ടാഞ്ചിബിൾ ഗോസ്റ്റ് ടു ഫ്രൈറ്റൻ ഹിം. അത്രയും ഭയാനകമായ അല്ലെങ്കിൽ അത്രയും ക്ലെവർ ആയിട്ടുള്ള ഒരു ഗോസ്റ്റിന് മാത്രമേ
മാത്രമേ അവനെ പേടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണമായ ഒരു ഗോസ്റ്റിനോ പ്രേതത്തിനോ ഒന്നും അവനെ പേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ നിന്ന് കത്തിയടിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ 8 and 20 years he has never seen a ghost. അപ്പൊ പറയുന്നുണ്ട്, എൻ്റെ 28 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു പ്രേതത്തെ പോലും കണ്ടിട്ടില്ല. His companions, an old man with a withered arm and an old woman with a pale eyes, warn him that he is being foolhardy. അപ്പൊ അവിടെ എന്തുണ്ട്, വയസ്സായൊരു അപ്പൂപ്പനുണ്ട്, ഒരു അമ്മൂമ്മയുണ്ട്. മൂപ്പരെന്ത് പറയുന്നുണ്ട്, അവരെന്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പൊട്ടത്തരൊന്നും കാണിക്കണ്ട, ഇതൊക്കെ സത്യമായ കാര്യമാണ്, അല്ലാതെ നീ പറയുന്ന പോലെ ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല, അവിടെ സത്യത്തിൽ എന്തുണ്ട്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ തിരുത്തുന്നുണ്ട്. The old man reminds the narrator that he is acting by his own choosing. അപ്പൊ പറയുന്നുണ്ട്, നീ ചെയ്യുന്നതൊക്കെ നിന്റെ സ്വയം പ്രവൃത്തികളാണ്, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല, ഇതൊക്കെ നിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെ നിനക്ക് വരാൻ പോകുന്ന ആപത്തുകളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വിലക്കുന്നുണ്ട്. The woman adds that 28 years is not that long. The narrator still has many things to see and sorrow for. അപ്പോൾ നമ്മള് നറേറ്ററിൽ നേരത്തെ പറഞ്ഞിരുന്നു 28 വർഷത്തോളം ഇതുവരെ ഞങ്ങൾ ഒരു പ്രേതത്തെ പോലും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് അമ്മൂമ്മ പറയുന്നുണ്ട്, 28 വർഷം എന്ന് പറയുന്നത് അത്ര വലിയ കാലയളവൊന്നും അല്ല, നിനക്ക് ഇനി കുറെ കാര്യങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഈ ലോകത്തില് പലതുമുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നിന്റെ ഈ തെറ്റായ തീരുമാനത്തിൽ ഇപ്പൊ ഉറച്ചു നിൽക്കണ്ട, നിനക്ക് ഇതിൽ നിന്ന് പിന്മാറാണ് നല്ലത്, വേഗം പൊക്കോളാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. A second old man enters wearing a shade and begins to cough fiercely. ഇപ്പൊ എന്ത് ചെയ്യാണ്, വേറെ ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ അവിടെ എത്തിയിട്ട് ചുമയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. A silence follows which feels tense to the narrator. He imagined that the old people dislike one another. ഇപ്പോൾ എന്തുണ്ട്, നമ്മൾ രണ്ടാമതൊരു അപ്പൂപ്പൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും, ഇവരൊക്കെ കൂടെ കാണുമ്പോൾ നമ്മൾ നറേറ്ററിന് ചെറുതായ ഒരു പേടി ഉണ്ടോന്ന് ചോദിച്ചില്ല, പക്ഷെ എന്നൊരു ഭയം എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. He imagined that the old couples or peoples dislike one another. അവരെന്താണ്, ഈ 3 പേരും, 2 അപ്പൂപ്പന്മാരും ഒരു അമ്മൂമ്മയുണ്ട്, ഇവര് തമ്മിൽ തന്നെ എന്താണ്, പരസ്പരം മിണ്ടാറൊന്നുമില്ല, പരസ്പരം വഴക്കിട്ടാണ് നടക്കാറ് എന്ന് നറേറ്റർക്ക് തോന്നുകയാണ്. ഓക്കെ, he announces that he would like to begin his vigil in this haunted room of yours. അപ്പൊ ഈ പ്രേതങ്ങളെ കണ്ടെത്താന്നുള്ള മൂപ്പരുടെ ഈ ടാസ്ക് മൂപ്പർ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഈ ലൊറൈൻ കാസിലെ റെഡ് റൂമിലെ ഒന്നുമില്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. The 3 elderly people ignore him. He repeats himself more loudly. The man with the withered arm gives him direction to the red room and tells him where he can find a candle, but warns him that on this night of all of midnights the narrator is on. അപ്പൊ പറയുന്നുണ്ട്, ഇവരെന്ത് പറഞ്ഞിട്ട്, നമ്മൾ ഈ വയസ്സായവർ എന്ത് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല, ഇവനെ പോയേ മതിയാവുള്ളൂ. ലാസ്റ്റ് ഇവരെന്ത് ചെയ്യാണ്, നീ പോയി അനുഭവിച്ചിട്ട് വാ എന്നുള്ള മട്ടില് അവന് റെഡ് റൂമിലേക്കുള്ള കാസില് ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ എവിടെ ക്യാൻഡിൽ, ഇരുട്ടാവും, ഫുൾ ഇരുട്ടല്ലേ, അപ്പൊ എവിടെ നിനക്ക് ക്യാൻഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ പോവാൻ നേരത്ത് നമ്മളുടെ കപ്പിൾസ് ഓൾഡ് പീപ്പിൾസ് വീണ്ടും പറയുന്നുണ്ട്, എന്ത്, നീ ചെയ്യുന്നതൊക്കെ നിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്, ഞങ്ങൾ ആരും നിനക്ക് വരുത്തി വെച്ചതല്ല, നീ ചെയ്യുന്നതൊക്കെ നിന്റെ കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ഒന്ന് വീണ്ടും വാൺ ചെയ്യുന്നുണ്ട്, ഒരു ഫൈനൽ വാർണിംഗ് എന്നുള്ള രീതിയിൽ. ഓക്കെ, the narrator is too glad to leave the old people behind. Their old-fashioned clothes and aging bodies, he realizes that have been making him jumpy and irrational. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എങ്ങോട്ടേലും ഒന്ന് പോയാൽ മതി എന്നുള്ള മട്ടിലാണ് നമ്മുടെ നറേറ്റർ നിൽക്കുന്നത്. അവരുടെ പഴയ വസ്ത്രം, അവരുടെ സ്വഭാവം, അവരുടെ ചുരുങ്ങിയ ശരീരമൊക്കെ കണ്ടിട്ട് ഇവന് തന്നെ ഒരു ഇറാഷണാലിറ്റി തോന്നിപ്പോവാണ്. അപ്പൊ അവൻ വേഗം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ആ മാന്റെ ഡയറക്ഷനും ഏറ്റിട്ട് പോവാനായിട്ട് റെഡി ആവുന്നുണ്ട്. He follows the old man directions up a spiral staircase and along a moonlit corridor. ഇപ്പൊ എന്ത് ചെയ്യാണ്, ആ വൃദ്ധം പറഞ്ഞ പ്രകാരം മുകളിലേക്കുള്ള സ്പ്രിംഗ് സൈസ് ഉള്ള അങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്ന സ്റ്റെയർ കേസും കയറിയിട്ട് റെഡ് റൂമിലേക്ക് നടക്കാനായിട്ട് തുടങ്ങുകയാണ് നമ്മളുടെ നറേറ്റർ. ഓക്കെ, he started by a sculpture which momentarily looks like someone waiting to ambush him. സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമ അവിടെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പ്രതിമേനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്, പ്രേതാണെന്ന് കരുതിയിട്ട് പേടിക്കുന്നുണ്ട്, അവനവിടെ സ്റ്റക്കായി പോകുന്നുണ്ട്. He reflects on the history of the house, which we now learn is Lorraine Castle, abandoned for the last 12 months by its owner. പിന്നെയാണ് ഇത് എവിടെയാണ് നടക്കുന്നത് എന്ന് നറേറ്റർ പറയുന്നത്. ലൊറൈൻ കാസിൽ എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ 12 മാസക്കാലമായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ആരും താമസിക്കുന്നില്ല, ഒരു മനുഷ്യക്കുഞ്ഞു പോലും വരാത്തൊരു ഇടായിരുന്നു അത്. ഓക്കെ,
The Red Room has been the site of unnatural happenings ever since a former owner of the castle played an unfortunate joke in his mind, timid wife with a tragic end. ഇപ്പൊ എന്ത് പറയുന്നുണ്ട്, ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ഓണർ ജസ്റ്റ് ഒരു ജോക്കുള്ള രീതിയിൽ പറഞ്ഞതായിരുന്നു എന്ത്, ഇവിടെ ഒരു വൈഫും അതേപോലെ തന്നെ ഒരു ലേഡി എന്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ദ മോസ്റ്റ് റീസെന്റ് ഡ്യൂക്ക് എ യങ് മാൻ ഡൈഡ് ആഫ്റ്റർ ട്രൈങ് ടു പാസ് ദ നൈറ്റ് ഇൻ ദ റൂം ഇൻ ഓർഡർ ടു ഡിസ്പെൽ ഇറ്റ്സ് ഗോസ്റ്റ്. ഇപ്പൊ ഈ പ്രേതത്തിന്, ഈ വൈഫിന്റെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വന്ന ഒരു ഡ്യൂക്ക്, ഒരു കത്തനാർ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒഴിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഈ പ്രേതത്തിന്റെ കൈയാലെ കൊല്ലപ്പെട്ടിട്ടോ എന്നുള്ള രണ്ടു തരത്തിലുള്ള റൂമർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീടിനെ കുറിച്ച് സ്പ്രെഡ് ചെയ്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്പെൽ ദ ഗോസ്റ്റ് നമ്മൾ ആവാഹിക്കുക എന്നൊക്കെ പറയില്ലേ, ആ കൺസെപ്റ്റ്. ദ നറേറ്റർ ഈസ് സർട്ടൻ ദാറ്റ് ദ ഡ്യൂക്സ് ഡെത്ത് വാസ് എ കോയിൻസിഡൻസ്. അപ്പൊ പറയുന്നുണ്ട് നമ്മളെ ഡ്യൂക്ക് മരിച്ചത് എന്ന് പറയുന്ന ഒരു കോയിൻസിഡൻസ് ആയിരുന്നു, അല്ലാതെ ആരും കൊന്നതൊന്നുമല്ല. മൂപ്പരുടെ സമയമായപ്പോൾ മരിച്ചു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്, അല്ലാതെ സൂപ്പർ നാച്ചുറൽ എലമെന്റോ പ്രേതവും ഭൂതവും എന്നല്ല എന്നാണ് നറേറ്റർ ഉള്ളിൽ വിശ്വസിക്കുന്നത്. ഹി എൻറ്റേഴ്സ് ദ റൂം, ഇറ്റ് ഈസ് ലാർജ് ആൻഡ് ഡാർക്ക് ആൻഡ് ഫുൾ ഓഫ് ഓൾഡ് ഫർണിച്ചർ. With his candle, he inspects every corner of the room, trying to settle his nerves. അപ്പൊ നമ്മള് ഞായറായിട്ട് എന്ത് ചെയ്യാണ്, ഉള്ളിൽ നല്ല പേടിയുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ നമ്മളെ കാൻഡിൽ എടുത്തിട്ട് റൂമിലേക്ക് നടക്കുന്നുണ്ട്. ആ റൂം എന്ന് പറയുന്നത് ഫുൾ ഡാർക്ക് ആയിരുന്നു, ഫുൾ ഇരുണ്ടു നിൽക്കുന്ന ഒരു റൂമായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫേർണിച്ചേഴ്സ് ഒക്കെ പറയുന്നത് എന്തായിരുന്നു, പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫേർണിച്ചേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ മൂപ്പരുടെ കയ്യിലുള്ള ക്യാൻഡിൽ കൊണ്ട് എന്താണ്, പേടി കൊണ്ട്, ഉള്ളിൽ പേടിയുണ്ട്. എന്നിട്ട് ആ റൂമിന്റെ എല്ലാ മൂലയിലും ഒന്ന് ലൈറ്റ് കൊണ്ട് എത്തിച്ച് നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഹി ഫൈൻഡ് 6 more candles and lights them. A fire has been prepared in the grate and he lights that too. എന്ത് ചെയ്യാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ഓഫ് കാൻഡിൽസ് മൂപ്പരുടെ ഒരു കാൻഡിൽ കൊണ്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. He arranges some furnitures around the fireplace and begins to talk aloud, reminding himself that the idea of ghosts is absurd, until the echoes of his own voice started to unsettle him. അപ്പോ നമ്മള് നറേറ്റർ അവസ്ഥ എന്ന് പറഞ്ഞത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, ഈ പേടിയില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുപ്പര് ആ റൂമിലെത്തിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചു ശേഷം ആകെ, എന്നിട്ട് ഒച്ചത്തിൽ തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങാണ്. ഇവിടെ പ്രേതമൊന്നുമില്ല, ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ഇതൊക്കെ ഇവര് പറഞ്ഞു പരത്തിയതാണെന്നുള്ളത് ഇങ്ങനെ വിശ്വസിക്കാന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പൊ മുപ്പര് പറയുന്ന ഈ സാധനം തന്നെ അവിടെ എക്കോ അടിച്ചിട്ട്, ഇരുണ്ട റൂമാണ്, ആ വോയിസ് ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു റൂമാണ്. അപ്പൊ എന്താണ്, ആ റൂമില് മൂപ്പര് പറയുന്ന ആ സൗണ്ട് തന്നെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് എക്കോ ആയിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ടിട്ട് മൂപ്പർക്ക് തന്നെ പേടിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങണം. At the other end of the room is a dark alcove. അപ്പോ നമ്മൾ ആ റൂമിന്റെ ഒരു ഭാഗത്ത് കാണാൻ നമുക്ക് എന്താ, ഒരു ആൽക്കോവ്, ഒരു അലമാര പോലെയുള്ള ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. ദ ഷാഡോ ഇൻ ഇറ്റ്സ് ഡെപ്ത് ലുക്സ് ലൈക്ക് എ ലൂക്കിംഗ് തിങ്. അപ്പോൾ ആ അലമാരയുടെ അല്ലെങ്കിൽ ആ ആൽക്കോവിന്റെ ആ അലമാരയുടെ ഒരു ഷെൽഫിന്റെ ആ ഷെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്, പേടിപ്പിക്കുന്ന പോലത്തെ ആയിരുന്നു. ഓക്കെ, he put his candle in the alcove to dispel the darkness. Remembering seeing some candles in the hallway, he fetches them and arranges them around the room until there are no shadows left. He begins to feel quite cheerful. ഇപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരികളൊക്കെ റൂമിൽ ഒന്നാകെ കത്തിച്ചു വെക്കുകയാണ്. ഹാളിൽ പോയിട്ട് മെഴുകുതിരി എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അവിടെ തന്നെ കത്തിച്ചു വെക്കുന്നുണ്ട്. അവിടെ ഇതുവരെ ഒരു തരത്തിലുള്ള ഗോസ്റ്റിനെയും ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനെയും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ മൂപ്പർ എന്ത് ചെയ്യാണ്, മനസ്സിലൊരു ആശ്വാസം ചെറുതായിട്ട് തോന്നി തുടങ്ങുന്നുണ്ട്. Sometime after midnight, the candle in the alcove suddenly goes out, and he stands up to the light it again. 2 more candles behind him suddenly go out. അപ്പൊ കുറച്ചു നേരങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് സ്വയം സമാധാനിപ്പിച്ച് ഒന്നുമില്ലാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് മിഡ് നൈറ്റ് ആയപ്പോൾ സഡൻലി ആ റൂമിൽ ഉണ്ടായിരുന്ന കാൻഡിൽസ് ഒക്കെ 1 by 1 ആയിട്ട് കെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. The narrator rushes to relight the candles, but they are going out faster than he can light them. മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, പേടിച്ചിട്ട് ആ കെടുന്നതൊക്കെ ഓരോന്നോരോന്നായിട്ട് അത്രയും പെട്ടെന്ന് പോയിട്ട് തന്നെ കത്തിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, മൂപ്പര് കത്തിക്കുന്ന സ്പീഡിൽ തന്നെ അത് കെട്ടും തന്നെ പോകുന്നുണ്ട്. ഫൈനലി ഇൻ ഹിസ് ഹറി ഹി ട്രിപ്സ് ആൻഡ് ഫോൾസ്. അപ്പൊ ഇങ്ങനെ കത്തിക്കാൻ ഓടി നടന്ന് കത്തിക്കുന്നതിന്റെ ഇടയിൽ ഒരു കാല് തെറ്റി വീഴുന്നുണ്ട്. The candle he is carrying goes out and rolls away, and the dark room is dark except for the red glow of the dimming fire. അപ്പൊ എന്ത് ചെയ്യണം, മൂപ്പരിങ്ങനെ അത് കത്തിക്കാൻ നടക്കുന്നതിന്റെ ഇടയിൽ അവിടെ വഴുതി വീഴുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള ക്യാൻഡിലും അവിടെ ഇങ്ങനെ നിലത്ത് വീണിട്ട് കെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഇനി കാണാൻ പറ്റുന്നത് എന്താണ്, ആ റെഡ് റൂമിന്റെ ഡാർക്ക് ഗ്ലോ, ആ ഒരു പ്രകാശം, ആ ഡാർക്ക് പ്രകാശം, റെഡ് പ്രകാശം മാത്രമാണ് ഇനി ആ റൂമിൽ ശേഷിക്കുന്നത്. He snatches up a candle to relight it from the fire, but as he thrusts a wick through the bars, the fire goes dark and cold. Now the narrator is in blind panic. അങ്ങനെ കത്തിക്കാൻ ശ്രമിക്കും, മൂപ്പർക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഈ പറ്റാതിരിക്കും മൂപ്പര് എന്ത് ചെയ്യാണ്, ഇതെന്തോ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്.
Okay, panic ചെയ്യാന്ന് പറഞ്ഞാൽ പേടിക്കുക. He runs for the dark, but on the way he trips and begins to stumble around, being battered by the furniture. Finally, something strikes him on the forehead and he is knocked unconscious. അപ്പൊ ഇങ്ങനെ ഈ റൂമിൽ നിന്ന് എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് ഓടുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, മൂപ്പര് ഹാളിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ ഹാളിലേക്ക് ഇറങ്ങി ഇടുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, ഏതോ ഫർണിച്ചറിൽ തട്ടിയിട്ട് മൂപ്പര് തട്ടി വീഴുന്നുണ്ട്. അങ്ങനെ എണീക്കാൻ നോക്കുമ്പോൾ തലയ്ക്കൊരു അടിയേറ്റ പോലെ മൂപ്പര് അവിടെ തന്നെ വീണ്ടും കിടന്നു പോവാണ്. Okay, when he wakes, he doesn't remember what has happened. The old people are tending to his wounds. They found him in the room at dawn. They explain, bleeding from his forehead and mouth. അങ്ങനെ ഇതിന്റെ തല കറങ്ങിയിട്ട് മൂപ്പരവിടെ വീണിട്ടുണ്ട്, എന്തോ തലയ്ക്ക് അടിയേറ്റ പോലെ. പിന്നെ സീന് സംഭവിക്കുന്നത് എപ്പോഴാണ്, രാവിലെയാണ്. ഈ ഓൾഡ് പീപ്പിൾസ് ഇവന്റെ നെറ്റിയിലുണ്ടായ ആ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനോട് അവര് പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ ആ റൂമിൽ നിന്നാണ് രാവിലെ കണ്ടെത്തിയത്. അപ്പൊ കണ്ടെത്തിയപ്പോൾ നിനക്കുന്നുണ്ടായിരുന്നു, നിന്റെ നെറ്റിയിൽ ഒരു മുറിവുണ്ടായിരുന്നു, ആ മുറിവ് ഞങ്ങളിപ്പോ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. The old people no longer seem sinister to the narrator, but briefly and caring. അപ്പോൾ എന്താണ്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇവൻ ഇവിടെ നിൽക്കില്ല എന്ന് അവർക്ക് തോന്നി. അപ്പൊ അവരെന്നെ എന്ത് ചെയ്യാണ്, അവനോട് ഇനിയിപ്പോ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ആദ്യം കണ്ട കപ്പിൾസേ അല്ല ഇപ്പൊ ഉള്ളത്. അവനോട് എന്ത് ചെയ്യാണ്, നല്ല ശുശ്രൂഷയും ഭക്ഷണവും അതേപോലെ തന്നെ മെഡിസിനും ഒക്കെ അവന് കൊടുക്കുന്നു. The narrator remembers his ordeal of the previous night. He announces that the old people were right, the room is haunted. അങ്ങനെ ഇത്തരത്തിലുള്ളൊരു അനുഭവം കഴിഞ്ഞ് രാവിലെ എണീറ്റ് ആ ഓൾഡ് പീപ്പിൾസിനോട് അവൻ സമ്മതിക്കുന്നുണ്ട്, ആ റൂം ഒരു സാധാരണ റൂമല്ല, അവിടെ എന്തോ ഹോണ്ടഡ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. They want to know who the ghost is, the timid wife or her husband. Neither the narrator explains. അപ്പോൾ അവിടെ ഇത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾഡ് കപ്പിൾസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ, അപ്പൊ ആരാണ് ആ ഗോസ്റ്റ്, നീ അവരെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാ ആദ്യം മരിച്ച വൈഫാണോ അതോ അവളുടെ ഹസ്ബൻഡ് ആണോ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ നറേറ്റർ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും അല്ല. There is no ghost at all, but far worse, something impalpable. അവിടെ ഗോസ്റ്റ് മണ്ണാങ്കട്ടെ എന്നല്ല, നമുക്ക് ഇതുവരെ പറയാൻ കഴിയാത്ത, നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത എന്തോ ഒരു സാധനം അവിടെയുണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ഓൾ ഇസ് നേക്കഡ്നെസ് ഫിയർ. അതെന്താണ്, അങ്ങനെ ഗോസ്റ്റും കാര്യങ്ങളും ഒന്നും അല്ല, പക്ഷെ എന്താണ്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഭയം അല്ലെങ്കിൽ ആ പേടിയാണ് അവിടെ ഉള്ളത്. അല്ലാതെ സൂപ്പർ നാച്ചുറലായിട്ട് പ്രേതമോ ഭൂതമോ ഒന്നും ആ റൂമിലില്ല. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ പേടിപ്പെടുത്തി വെച്ചുകൊണ്ടുള്ള ആ ഭയം മാത്രമാണ് ആ റൂമിലുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പേടിക്കുന്നത്. ഓക്കെ, ആ ഭയം കൊണ്ടാണ് ഞാൻ ഇന്നലെ വീണതും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതും. അല്ലാതെ കത്തനാരോ അല്ലെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ഒന്നല്ല, പ്രേതമൊന്നും അല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഫിയർ ദാറ്റ് വിൽ നോട്ട് ഹാവ് ലൈറ്റ് നോ സൗണ്ട്, ദാറ്റ് വിൽ നോട്ട് ബേ വിത്ത് റീസൺ, that deafens and darkness and overwhelms. ഫിയർ എന്നതിന് എന്തില്ല, ശബ്ദമോ വെളിച്ചമോ ഒന്നുമില്ല. അതെന്താണ്, അത് നമ്മളെ ഒരു റീസണും ഇല്ലാതെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഡാർക്കൻസ് ആൻഡ് ഓവർവെൽസ്. ഇറ്റ് ഫോളോഡ് മീ ത്രൂ ദ കോറിഡോർ, ഇറ്റ് ഫോട്ട് അഗെയിൻസ്റ്റ് മീ ഇൻ ദ റൂം. എന്ത് ചെയ്യുന്നത്, ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ നിങ്ങൾ പാകിയിട്ടുണ്ട്. ഞാൻ റൂമിലെത്തിയപ്പോഴും എൻ്റെ വീട്ടില് ഭയത്തിന്റെ വിത്തുകൾ എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, ഞാൻ റൂമിൽ എൻ്റെ തന്നെ ഭയത്തോടാണ് പൊരുതിയിരുന്നത്. ദ മാൻ വിത്ത് എ ഷെയ്ഡ് അഗ്രീസ് വിത്ത് എ നറേറ്റർ. ഇറ്റ് ഈസ് ഈവൻ ആസ് യു സീ, ഫിയർ ഈസ് സെൽഫ് ഈസ് ഇൻ ദാറ്റ് റൂം. അപ്പോൾ ആ നറേറ്റർ എന്നോട് അവിടെയുള്ള തേർഡ് ഓൾഡ് മാൻ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, ഭയം തന്നെയാണ് അവിടെയുള്ളത്. അവിടുത്തെ ആ ഭയക്കുന്ന കാര്യങ്ങളാണ് ആ റൂമിലുള്ളത്. അതാണ് പറയുന്നുണ്ട്, ബ്ലാക്ക് ഫിയർ ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ ബി സോ ലാങ് ഓസ് ദിസ് ഹൗസ് ഓഫ് സിൻ എൻഡ്യൂർ. ഒരു ശാപം പിടിച്ച വീടാണത്. ഈ വീടുള്ളിടത്തോളം കാലം ഇവിടെ വസിക്കുന്നവർക്കും ഇതിനെക്കുറിച്ചും ആളുകൾക്ക് പേടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ പേടി കൊണ്ടാണ് ആളുകൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്, സ്വയം ഉണ്ടാവുന്ന പേടി കൊണ്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. സോ ഫിയർ എന്നുള്ള ഗോത്തിക് എലമെന്റ് ആണ് ഇവിടെ നറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ഗോസ്റ്റ്ലി എലമെന്റ് ആയിട്ടോ ഒന്നുമില്ല. മനുഷ്യന്റെ മുന്നിൽ തന്നെ നറേറ്റർക്ക് തന്നെ ഉണ്ടാകുന്ന ഫിയർ മൂലം മൂപ്പർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. താങ്ക് യു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മെറ്റീരിയൽസോ കുറവാണ്, അവരും പഠിക്കട്ടെ. ഓക്കെ, താങ്ക് യു. സൈനിങ് ഓഫ്.